ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ആപ്പിൾ തോട്ടം, അതുപോലെ തന്നെ ആപ്പിൾ കൃഷിയുടെ വിളവെടുപ്പിന്റെ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ആപ്പിളിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ എന്നിവയെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏക്കർ കണക്കിന് പാടത്ത് ആപ്പിൾ കൃഷി, അതെ, ചുവന്ന് തുടുത്ത് സുന്ദരമായ ആപ്പിളുകൾ ഒരു പ്രദേശം മുഴുവൻ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ആരെയും അമ്പരിപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആപ്പിൾ കൃഷിയെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പിൻ്റെ സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ ആപ്പിളിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കുന്ന വിധം എന്നിവയെക്കുറിച്ച് ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു. ഏക്കർ കണക്കിന് കൃഷി സ്ഥലത്ത് ആപ്പിൾ തൈകൾ ഇതുപോലെ നിരനിരയായി നടുന്നു. മണ്ണിന് ഇളക്കം കിട്ടി തൈകൾ വേഗം പറിച്ചെടുക്കുന്നതിന് വേണ്ടി തൈകളുടെ ഇരുവശവും ഇതുപോലെ മെഷീനുകൾ ഉപയോഗിച്ച് മരത്തിൻ്റെ പൊടി വിതറുന്നു. വളരെ വേഗത്തിൽ വളരുന്നതായ ആപ്പിൾ ഇനങ്ങളാണ് നടുന്നത്. അതുകൊണ്ട് തന്നെ ഇവ വേഗത്തിൽ വളർന്ന് വലുതാകുന്നു. തൈകൾ ഇത്രയും വലിപ്പത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇലകളും നീക്കം ചെയ്യുന്നു. പിന്നീട് ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ഓരോ തൈയും ഒരു വേര് പോലും പൊട്ടിപ്പോകാതെ പറിച്ചെടുക്കുന്നു. പറിച്ചെടുത്ത ആപ്പിളിന്റെ തൈകൾ കെട്ടുകളായി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഫാക്ടറികളിൽ എത്തുന്ന ആപ്പിളിന്റെ തൈകൾ അവ വെള്ളത്തിൽ കഴുകി വേരിൽ നിന്നും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആപ്പിളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള മികച്ച ആപ്പിൾ ഇനങ്ങളിൽ നിന്നും കമ്പുകൾ മുറിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ മുറിച്ചെടുത്ത കമ്പുകൾ പറിച്ച് കൊണ്ടുവന്ന ആപ്പിളിൻ്റെ തൈകളുമായി ഒട്ടിച്ച് ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ അവ ഒട്ടിച്ച് ചേർത്ത് എടുക്കുന്നു. ഒട്ടിച്ചെടുത്ത ആപ്പിളിൻ്റെ തൈകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കുന്നതിനായി മെഴുകുപോലുള്ള ലായനികളിൽ മുക്കിയെടുക്കുന്നു. വീണ്ടും ഇവയുടെ കടക്കൽ മരത്തിൻ്റെ പൊടി ഇട്ട് നനച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ തൈകൾ പ്രത്യേക പെട്ടിയിലാക്കി പ്രത്യേക അന്തരീക്ഷ മർദ്ദമുള്ള റൂമുകളിൽ സൂക്ഷിച്ച് വെക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈകൾ നടുന്നതിനായി കൊണ്ടുപോകുന്നു. മണ്ണ് ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് വാരമായി കൂട്ടിയതിനു ശേഷം മെഷീനുകൾ ഉപയോഗിച്ച് തന്നെ ഓരോ തൈയും കൃത്യമായ അകലത്തിൽ നടുന്നു. ഈ തൈ നടുന്നതിനായിട്ട് ഇതുപോലുള്ള ഏറ്റവും നൂതനമായ മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോ തൈകൾ വച്ചു കൊടുക്കുമ്പോഴും അത് ഒരു ചെയിൻ സംവിധാനത്തിൻ്റെ സഹായത്തോടെ നടുന്നു. മെഷീനുകൾ ഉപയോഗിച്ച് തൈകൾ നടന്നതുകൊണ്ട് തന്നെ ഓരോ തൈയും കൃത്യമായ അകലത്തിലും താഴ്ചയിലും നടാൻ സാധിക്കുന്നു. ഗ്രാഫ്റ്റിംഗ് ചെയ്ത തൈകൾ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിറയെ പൂവിടുന്നു. പൂക്കുന്ന ഓരോ പഴങ്ങളും ഓരോ ആപ്പിളുകളായി മാറുന്നു. അങ്ങനെ മരം നിറയെ ചുവന്ന നിറത്തിലുള്ള ആപ്പിളുകൾ.
ആരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്. ഈ ആപ്പിളുകൾ വിളവെടുക്കുന്നത് റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെയാണ്. ഇതിൻ്റെ വിളവെടുപ്പിനായി ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നു. ഈ മെഷീനുകൾ ഫോട്ടോ സാങ്കേതിക വിദ്യയിലൂടെ പഴുത്ത ആപ്പിളുകളെ തിരിച്ചറിഞ്ഞ് അത് റോബോട്ടിക്കിന് കൈമാറി റോബോട്ട് വാക്വം സ്വകാര്യത്തോടെ ഓരോ പഴുത്ത ആപ്പിളും ഒരു കേടുപോലുമില്ലാതെ പറിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള റോബോട്ടിക് മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്തെ ആപ്പിളുകൾ രാത്രിയിലും പകലിലും ഒരുപോലെ വിളവെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ പറിച്ചെടുക്കുന്ന ആപ്പിളുകൾ വലിയ ബോക്സുകളിലാക്കി കമ്പനിയിലേക്ക് എത്തിക്കുന്നു. കമ്പനിയിൽ എത്തിക്കുന്ന ആപ്പിളുകൾ നന്നായി കഴുകി വിവിധ മെഷീനുകളുടെ സഹായത്തോടെ ഇതുപോലെ തൊലി നീക്കം ചെയ്ത് എത്തുന്നു. ഇങ്ങനെ തൊലി നീക്കം ചെയ്യുന്ന ആപ്പിളുകൾ ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടന്നു പോകുകയും വീണ്ടും ആളുകളുടെ സഹായത്തോടെ ഏതെങ്കിലും കാരണവശാൽ ക്ലീൻ ആവാത്ത ആപ്പിളുകളെ അത് മാനുവലായി ക്ലീൻ ചെയ്ത് വീണ്ടും കൺവെയർ ബെൽറ്റിലൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ആപ്പിൾ വിവിധ പ്രോസസ്സിങ്ങിന് ശേഷം ജ്യൂസായി കുപ്പികളിൽ പാക്ക് ചെയ്ത് എത്തുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത് നടുന്ന എല്ലാ ചെടികളിലെയും ഗ്രാഫ്റ്റിംഗ് ഒരുപോലെ വളരണമെന്നില്ല. ചിലപ്പോൾ ചില ഗ്രാഫ്റ്റിംഗ് കേടുവന്നിരിക്കാം. അങ്ങനെയുള്ള തൈകളിൽ വീണ്ടും ചെക്ക് ചെയ്ത് അതിൽ ഗ്രാഫ്റ്റിംഗ് നല്ലതല്ലാത്ത ചെടികളെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്ന പ്രക്രിയയാണ് ഇത്. നല്ല ഗുണമേന്മയും അത്യുൽപാദന ശേഷിയുള്ളതുമായ തൈകളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മരം നിറയെ ഇതുപോലെ ചുവന്ന നിറത്തിലുള്ള ആപ്പിളുകൾ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇത്ര രുചികരമായ ആപ്പിള് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും അതിന്റെ വിളവെടുപ്പിന്റെ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.